നമ്മൾ ഒരു വല്ലാതെ സീനുമായിട്ട് നിങ്ങൾക്ക് കാണിച്ചാൽ വെച്ചില്ല കേട്ടോ. നല്ല അടിപൊളി. പക്ഷേ മേലോട്ടൊന്ന് കാണണമായിരുന്നു. ഞാൻ ക്യാമറ കുറച്ച് ഓണാക്കാൻ കുറച്ച് വിട്ടുപോയി. നമ്മളിപ്പം കണ്ണൂർ ജില്ലയിൽ മയിലിൽ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ പാവന്നൂർ കടവ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുവാന്നേ. അപ്പം നമ്മൾ മോഹൻലാൽ പറഞ്ഞ പോലെ ചോദിച്ച് പോകാമെന്ന് വെച്ചിട്ടാണ് നിൽക്കുന്നത്. ഇവിടുന്ന് റോട്ടുമ്പോൾ തന്നെ അതിൻ്റെ ബോർഡും കാര്യങ്ങളും സംഭവം കാണുമെന്ന് പറഞ്ഞു. കടവ് എത്തണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് നോക്കാം നമുക്ക്. മഴ പെയ്യുന്നുണ്ട്. മഴ കണ്ടില്ലേ? അതുള്ള പ്രകൃതി സുന്ദരമായ സ്ഥലമാണ് കേട്ടോ. ഇത് പാവന്നൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. അതിന് കടവിലേക്കാണ് പോകേണ്ടത്. കടവ് എത്തണ്ട, അതിന് മുമ്പിട്ടാണ് ഈ പറഞ്ഞ സ്ഥലം. നമ്മൾ അതുകൊണ്ടാണ് കട്ടാക്കാണ്ട് നിങ്ങൾക്ക് വഴി തെറ്റിപ്പോണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇതിൽ അതും കൂടി ഉൾപ്പെടുത്താൻ വെച്ചിട്ടാണ്. എന്തായാലും നമ്മൾ ഈ ട്രാവലിംഗ് വീഡിയോയിൽ അധിക പേരും പറയുന്നതുകൊണ്ടാണ് നമ്മൾ പിന്നെ വഴിയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ചിലവർക്ക് പോകാൻ ആഗ്രഹമുള്ളവർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചില വഴികൾ മനസ്സിലാവുന്നില്ല, പോയടുത്ത് നമുക്കിതാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ട് കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്. ഒന്ന്, ക്ഷേത്രത്തിൻ്റെ ഫോൺ നമ്പർ ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പറ്റുവാണെങ്കിൽ നമ്മൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഇങ്ങോട്ടാണ്. ഇപ്പോൾ നടന്നു പോകേണ്ട വഴി വേറെ വഴിയുണ്ടെന്നൊന്നും നമുക്ക് ചോദിച്ചു കൊണ്ടുവരും. കാരണം വഴി വേറെ വഴി ഉണ്ടെന്ന് തോന്നുന്നു. അത് വയൽ വഴി എങ്ങനെ പോകുന്നതാണ്. അദ്ദേഹത്തോട് ചോദിക്കാം. ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അതിൽ കൂടെ പോവാം? ഇവിടെ ഉണ്ടല്ലേ? ആ ശരി. ബൈത്തോട്ടോ റോഡിൽ പോലും കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വഴി കാണിച്ചായിട്ട് ആളെ കാണുന്നില്ല. അദ്ദേഹം ആയിക്കോട്ടെ പോയെന്നോ ഒരാളെ ഒപ്പരുണ്ടായിരുന്നു. ഞങ്ങൾ കണ്ട മഴ പെയ്യുന്നുണ്ട്. പക്ഷേ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭഗവാൻ നമുക്ക് അതിനുള്ള ഒരു വഴി സെറ്റാക്കി തന്നായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഇതിലല്ല പോവാ. കുറേ ദൂരം വേണ്ട സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ? വലത്തോട്ട് വരും. ശരിയാ കണ്ടോ, അതാണ് ബസ് സ്റ്റോപ്പേ. ഇവിടെ വലിയ ബോർഡുണ്ടല്ലോ കണ്ടോ. കടവത്തണ്ട അതിന് മുമ്പിട്ടാണ്. അവിടെ കണ്ടോ വലിയ ബോർഡ് ഉണ്ടെങ്കിൽ ഇതിലെയാണ് കേട്ടോ. ചെറിയൊരു മണ്ണിട്ട വഴിയാണ്. സുബ്രഹ്മണ്യ സ്വാമി ഉണ്ട്, ഭഗവതിയുണ്ട് കേട്ടോ. ഇതൊന്നും നിങ്ങൾ ഈ ജീവിതത്തിൽ കാണാത്ത ക്ഷേത്രങ്ങളാണ് കേട്ടോ നമ്മൾ ഈ കാണിച്ചു തരുന്നത്. ഇതുവരെ അങ്ങനെ അധിക പേർക്കും അറിയാത്ത ഒരു മഹാക്ഷേത്രം. ഓ, ആളിവിടെ എത്തിയിട്ടുണ്ട്. പോകാനില്ല അമ്മ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മഹാക്ഷേത്രം കേട്ടോ. നോക്കട്ടെ. യാത്രക്കാർക്ക് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുന്നു. വാഹനം കൊണ്ട് നമുക്കൊന്നും പോകാൻ പറ്റില്ല. ഇത് യക്ഷീൻ്റെ സ്ഥലം കേട്ടോ. യക്ഷിയും യക്ഷനും
ഇവിടെ കണ്ട സ്ഥാനം കണ്ടെങ്കിൽ യക്ഷിയും യക്ഷനുമാണ് അവിടെ ഇരിക്കുന്നത്. ക്ഷേത്രം നോക്കിയാൽ ഇത്രയും കാലപ്പഴക്കമുള്ള ഈ മഹാക്ഷേത്രം നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? അത്രയും കൊല്ലം പഴക്കമുണ്ട്. 2000 പോരാ ഇത്. ചുമരിൻ്റെ ഒരു കൊത്തുപണി ഉണ്ടെങ്കിൽ ഇതിൽ സൂം ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല. എന്തായാലും നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് പോയി നോക്കാം. ക്ഷേത്രത്തിൽ ആരും വന്നിട്ടുണ്ടാവില്ല. എൻ്റെ തലവേദനിച്ചിരിക്കാൻ കഴിയില്ല കേട്ടോ. മുടിയെടുവ് കുടുങ്ങി ടൈറ്റായിട്ടുണ്ട് വല്ലാണ്ട്. ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. വെരി ഗുഡ്. ഇങ്ങോട്ട് വരാം. പക്ഷെ ഓക്കെ, തൊട്ടപ്പുറം ഭഗവതി കേട്ടോ. ഇത് സുബ്രഹ്മണ്യ സ്വാമിയായിട്ടാണ് ഫീൽ ചെയ്തത് എനിക്ക്. തൊട്ടപ്പുറം ഉള്ളത് ഭഗവതിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കഴുകപ്പോലെ ഉണ്ടോ? നല്ല തണുപ്പാണ്. നമ്മൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ചിത്രീകരിച്ച് കഴിഞ്ഞു. നിങ്ങൾ വീഡിയോ പോയി കാണുക. ദയവായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബർ ചെയ്ത് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഡബിൾ ബെല്ലൈക്കൻ അമർത്തിയാൽ ഞാനിടുന്ന ഓരോ വീഡിയോ റിലീസ് ആകുമ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾ അരികിലേക്ക് വരുന്നതായിരിക്കും. നല്ല നല്ല കമൻസ് അയക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് ലോകജനതയുടെ മുന്നിലേക്ക് ഈ ക്ഷേത്ര കാഴ്ചകൾ നമുക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ മറ്റുള്ളവരെ അറിയാത്തതും കാണാത്തതും കേൾക്കാത്തതുമായിരിക്കുന്ന ക്ഷേത്രം കണ്ണൂർ ജില്ലയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നമ്മളോടൊന്ന് അറിയിക്കുക. പക്ഷെ അറിയിക്കുന്ന മുമ്പിട്ട് അതായ ക്ഷേത്രത്തിലെ കമ്മിറ്റിക്കാരുടെ അല്ലെങ്കിൽ അവിടുത്തെ ക്ഷേത്ര ഭാരവാഹിയുടെ പിന്നെ അനുവാദം വാങ്ങിയിട്ട് വേണം നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ട്. വേറെ ചിലവൊന്നുമില്ല. നമുക്ക് വരുന്ന നമ്മുടെ വയനാട്ടിലെ വരേണ്ടതാണ്. അപ്പം വരുന്ന എണ്ണയുടെ പൈസ, അത് ട്രാവലിംഗ് ചാർജ് മാത്രം തന്നാൽ മതി. ബാക്കി ഒക്കെ നമ്മൾ ചെയ്തോളും കേട്ടോ. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഇതിലെ കൂടി അങ്ങോട്ട് കിടക്കാം കേട്ടോ. അത് വല്ലാതെ സംഭവമാണ് കേട്ടോ. അത് കാണേണ്ട ക്ഷേത്രമാണ്. നിങ്ങൾ കണ്ടില്ലേ, നഷ്ടം അത്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരോടും പറയാനുള്ളത്, സാധാരണ ലിങ്ക് വാട്സപ്പിൽ ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ലിങ്ക് നമുക്ക് അയക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ യൂട്യൂബിൻ്റെ പോളിസിയിൽ അത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ സ്റ്റാറ്റസിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇടും. നിങ്ങളെല്ലാവരും അത് പോയി ദയവായി കാണുക. കാരണം അതിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് കോപ്പി ചെയ്ത് എടുത്തിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഇനി അഥവാ ഇനി കിട്ടുന്നില്ലെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ വാട്സപ്പിൽ തന്നെ നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരും കേട്ടോ. നമ്മൾ ലിങ്ക് നിങ്ങൾക്ക് വേറെ തന്നെ അയച്ചു തരും. അപ്പം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എഡിറ്റിങ്ങും ഷൂട്ടിങ്ങും എല്ലാം ഇപ്പം ഞാൻ ഒരാളാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം എല്ലാ സ്ഥലത്തും വിനീഷേട്ടന് ഓടി വരാൻ കഴിയില്ലല്ലോ. കാരണം അദ്ദേഹത്തിൻ്റെ പണി ലീവാക്കിയിട്ട് അദ്ദേഹം ഇപ്പോൾ ഇതെല്ലാം നമുക്ക് വേണ്ടി ചെയ്തു തരും. ഞാൻ നിങ്ങൾക്ക് ഈ കാഴ്ചകൾ കാണിച്ചു തരണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അദ്ദേഹത്തിനും നമുക്കുള്ളതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി വാട്സപ്പിൽ നമ്മൾ ലിങ്ക് സ്റ്റാറ്റസിൽ മാത്രമേ ഇടൂ. ഒരാൾക്ക് അയക്കില്ല. അതുകൊണ്ട് ദയവായി നിങ്ങൾ വീഡിയോ സ്റ്റാറ്റസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ എല്ലാ ദിവസവും രാത്രി 8:30 മണിക്ക് വീഡിയോ വരും. അത് അന്നേരം തന്നെ ഞാൻ പിന്നെ ഇതിലിട്ടോളാം. പിന്നെ അതുപോലെ തന്നെ ടെലിഗ്രാമിലും വരുന്നുണ്ട്. ടെലിഗ്രാം നിങ്ങൾ പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെലിഗ്രാമിലെ കൂടി നിങ്ങൾക്ക് ലിങ്ക് കിട്ടും കിട്ടണം. അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും. അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഡയറക്റ്റ് പോയി കഴിഞ്ഞാലും കിട്ടും. മറ്റുള്ള ചാറ്റിലേക്കെല്ലാം വരുന്നുണ്ട്. അതെല്ലാം ഞാൻ പിന്നീട് നിങ്ങളെ അറിയിച്ചു തരാം ഏതെല്ലാം ചാറ്റുകളിലാണ് ഇനി നമ്മൾ ഇത് വരാൻ വേണ്ടി പോകുന്നതെന്നുള്ളത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു എല്ലാത്തിലും നമ്മൾ ഉൾപ്പെടുത്താനാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളോട് പറഞ്ഞു തന്നത് കേട്ടോ. ധാരാളം പേരുടെ ആവശ്യവും അത്യാവശ്യമായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പം രാത്രി യാത്ര ഇല്ല. നമ്മൾ ഇനി അടുത്ത ക്ഷേത്രമായിട്ട് ഉടനെ തന്നെ വരും. ഈ വീഡിയോ നിങ്ങൾ പോയിട്ട് കാണും. 2-3 വീഡിയോ ചിലപ്പോൾ ഉണ്ടാവാം. അത് പോയി കാണുക. ആദ്യം ഷോർട്ട് വീഡിയോ ആണ് ഫസ്റ്റ് വരിക കേട്ടോ. ഓരോ ക്ഷേത്രം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ചെയ്യുന്ന ക്ഷേത്രത്തിൻ്റെ ഷോർട്ട് വീഡിയോ എന്ന് വരിക. ചില ക്ഷേത്രത്തിലെ ആൾക്കാരുടെ ഒരു പെരുമാറ്റവും സ്വഭാവ രീതി ശരിയല്ലാതുകൊണ്ടാണ് വലിയ വീഡിയോ ചെയ്യാതെന്ന് മാത്രം വിചാരിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ദൂരത്ത് നിന്ന്
4000 റുപ്യ 5000 റുപ്യ നമ്മൾ ചിലവിട്ട് ചെയ്യുക. അത്രയും ദൂരത്ത് നിന്ന് ഇത്രയും ദൂരം നമ്മൾ വന്നിട്ട് ചെയ്യുമ്പോൾ അതിന് ഇത്തിരി ഒരു വില കൽപ്പിക്കണം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ മറ്റുള്ള കൂട്ടറെല്ലാം നിങ്ങൾ വന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എത്രത്തോളം ചിലവുണ്ട്. കാരണം എഡിറ്റിങ്, മറ്റുള്ള സംഭവം, വൈഫൈ, നമുക്കല്ല ക്ഷേത്രക്കാർ തന്നിട്ടുള്ള വരുമാനത്തിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഓരോ ക്ഷേത്രക്കാരെ സഹായിച്ചിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് പ്രത്യേകിച്ച് പറയുന്നത്. അപ്പോൾ ദയവായി നമ്മളോട് ഒന്ന് സഹകരിക്കണം. നമ്മൾ ഇവിടുന്ന് തന്നെ ചുറ്റിപ്പറ്റി കഴിച്ചാൽ നിന്നാൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ മയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അത് പിന്നെ പാവനൂർ മുട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ആ സ്ഥലത്ത് നിങ്ങൾ കണ്ട ബോർഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഉണ്ടല്ലേ? ഇത് മയിൽ ടൗണിലാണ് നമ്മൾ ഏകദേശം എത്താനായി. ഇത് പാവനൂർ മുട്ട എന്ന് പറഞ്ഞ ഒരു സെൻറ്റർ തന്നെയാണ് കേട്ടോ ഇത്. അപ്പം വീഡിയോ കണ്ട് നല്ല നല്ല കമൻസ് അയക്കണം, അഭിപ്രായം പറയണം. നിങ്ങളുടെ സഹായവും നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ സ്നേഹവും കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും പേര് എത്തിയത്. 5 കൊല്ലമായി ഞാൻ ഇതിൻ്റെ പിന്നാലെ നടക്കുന്നത്. ആലോചിച്ചൊക്കെ നിങ്ങൾ 12 ലക്ഷം റുപ്യ കടം. അപ്പോൾ നല്ല നമസ്കാരം. ശിവോഹം മയിൽ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്ററോളം വരും കേട്ടോ. 8-9 കിലോമീറ്ററോളം വരും. 9 കിലോമീറ്ററോളം എന്തായാലും വരുമെന്ന് ഞാൻ ഉപയോഗിക്കുന്നു മയിൽ ടൗണിൽ നിന്ന്. ഇതൊന്നും വൃന്ദാവനം ഒരു വീടാറ്. ഈ ഏരിയയിലുള്ള വീടുകളെല്ലാം എന്ന് വെച്ചാൽ മുസ്ലിംസിൻ്റെ വീടുകളെല്ലാം എന്ന് വെച്ചാൽ കൊട്ടാരം പോലത്തെ വീടുകളാണ്. കാരണം വെച്ചാൽ മൈസൂർ പാലസ് എല്ലാം കണ്ടില്ലേ, അതുപോലെയാണ് വീടുകളിൽ എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ മയിൽ ടൗണിലെത്താനായി ഏകദേശം. നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ സിദ്ധി വിനായക ക്ഷേത്രത്തിൽ നമ്മൾ വന്നിട്ടില്ലായിരുന്നു. അപ്പം അതാണ് ഇപ്പം ഇവിടുന്ന് ധാരാളം പേര് നമ്മളോട് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ബാക്കിയൊക്കെ ഇനി ദേവീൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടെ എല്ലാ കാര്യവും നടക്കട്ടെ. അപ്പോൾ നല്ല നമസ്കാരം. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വേഗം വരും. ശിവോഹം.